നമസ്കാരം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങൾ കാലാകാലങ്ങളിൽ രാശിചക്രം മാറുന്നുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്വാധീനം 9 നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകാനായി പോവുകയാണ്. അതായത് 2025 ഈ മാർച്ച് മാസം നല്ല സമയമാണ് 9 നക്ഷത്രക്കാർക്ക്. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെയും ഈ 9 നക്ഷത്രക്കാർക്ക് നടന്നു കിട്ടാൻ പോകുന്ന സമയമാണ് തുടങ്ങുന്നത്. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെയും ലഭ്യമാകും. ലോകം മുഴുവനും നിങ്ങൾക്കത് സാധ്യമാകില്ല എന്ന് പറഞ്ഞാൽ പോലും ഈശ്വരാധീനം ധാരാളമായി 9 നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉള്ളതിനാൽ തന്നെ എന്ത് കാര്യം നിങ്ങൾ കൊതിച്ചാലും കണ്ടല്ലോ, ക്ഷേത്രത്തിൽ മണി മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ 2025 ഈ വർഷാവസാനം വരെ 9 നക്ഷത്രക്കാർക്ക് ഈ ഭാഗ്യം നിലനിൽക്കുകയും ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത കൂടി. ഭാഗ്യവും നേട്ടവുമാണ് നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത്. ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. എല്ലാവർക്കുമില്ല, 9 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഗജകേസരി യോഗം സൃഷ്ടിക്കപ്പെട്ടത്. ഇത് നിമിത്തം ഈ നക്ഷത്ര ജാതകരുടെ സകല ദോഷങ്ങളും മാറി ഭാഗ്യം ആ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തടസ്സങ്ങൾ ഒരുപാടുണ്ടായി, ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. അഡ്മിഷൻ പോലും കിട്ടാത്ത അവസ്ഥ. നല്ല പഠിത്തമുണ്ട്, നല്ല മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ പോലും കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായ ആളുകളുണ്ട്. ഈ ഒരു സമയം, അതായത് ഈ മാർച്ച് മാസത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി തകിടം മറിഞ്ഞ ആ ജീവിതം നേരെയാകാൻ പോവുകയാണ് 9 നക്ഷത്രക്കാർക്ക്. നേട്ടത്തിൻ്റെ സമയവും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാനുള്ള സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അതൊക്കെയും തിരിച്ചു പിടിക്കാനുള്ള അവസരമാണ് ഈശ്വരാധീനം നിമിത്തം ഭഗവാൻ കൈക്കുമ്പിൽ കൊണ്ടുതന്നിരിക്കുന്നത്. അത് കണ്ടു അറിഞ്ഞും വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുക. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, മുടങ്ങാതെ എന്ന് പറയാൻ കഴിയുകയില്ല, സ്ത്രീകൾക്കൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പൂജാമുറി ഉണ്ടല്ലോ വീട്ടിൽ, ആ പൂജാമുറിയിലിരുന്ന് മനസ്സറിഞ്ഞ് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും. അത് മതി. ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യുന്നതിനെക്കാട്ടി പവർ അവിടെ തന്നെ കിട്ടും. പിന്നെ ക്ഷേത്രം അത് എത്ര ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന അത്രത്തോളം പവർ നമ്മുടെ പൂജാമുറിയിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം പറയാനുള്ളത്. എങ്കിലും നമ്മുടെ മനസ്സാണ് ഭഗവാന്റെ ആരാധനാലയം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. വളരെ നല്ല സമയമാണ്. 9 ക്ഷേത്രമണി മുഴങ്ങുന്നുണ്ട്. ഇതിനപ്പുറം സത്യം എന്താണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? 9 നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേട്ടത്തിൻ്റെ സമയമാണ് ആരംഭിച്ചത്. ഐശ്വര്യത്തിൻ്റെ പ്രതാപം, നഷ്ടപ്പെട്ടു പോയ വസ്തുവകൾ തിരിച്ചു പിടിക്കേണ്ടേ നിങ്ങൾക്ക്? നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രതാപം തിരിച്ചെടുക്കേണ്ടേ നിങ്ങൾക്ക്? ആ ഒരു സമയമാണ് വന്നിരിക്കുന്നത്. 2025 മാർച്ച് മാസത്തിൽ തുടങ്ങുന്ന ഭാഗ്യം തുടർന്നുള്ള മാസങ്ങളിലൊക്കെയും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ ക്ഷേത്ര ദർശനം, പ്രാർത്ഥന, നിങ്ങളുടെ കയ്യിലുള്ള ധനത്തിനനുസരിച്ച് ചെറിയ തോതിലെങ്കിലുമുള്ള വഴിപാടുകൾ ഒക്കെ ഒന്ന് കഴിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. ആദ്യത്തെ 3 നക്ഷത്രങ്ങൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രങ്ങളാണ്. ഇവർ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. കർമ്മ നേട്ടം എടുത്തു പറയേണ്ടതാണ്. കർമ്മ മേഖല നേട്ടം, കർമ്മം കൊണ്ട് ഉയരാനുള്ള ഭാഗ്യം വന്നിരിക്കുന്നു. കർമ്മ മേഖല തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില ആളുകൾ നിമിത്തമാകട്ടെ, അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി, നമ്മൾ ആരെയും കുറ്റം പറയാൻ ആളല്ല. അപ്പോൾ ആ മേഖലയിൽ ഒരു കെട്ട് വീണിരുന്നു. ആ കെട്ട് മാറി യഥാസ്ഥിതിയിലുള്ള, അതായത് നിങ്ങൾക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കാൻ പോവുകയാണ്. ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നതാണ്. ഗജകേസരി യോഗമാണ് തുടങ്ങിയിരിക്കുന്നത്. ശുഭഫലങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ്. പണത്തിന് ഒരുപാട് തടസ്സമുണ്ടായിരുന്നു. സമ്പത്ത് വരുന്നതിനൊരു തടസ്സം, ആ തടസ്സം ഇവിടെ നീങ്ങുകയാണ്. സമ്പാദ്യം വർദ്ധിക്കുന്നതാണ്. മത്സര പരീക്ഷകളിലൊക്കെ കുട്ടികൾക്ക് വിജയം സുനിശ്ചിതമാകുന്ന സമയമാണ്. മാർച്ച് മാസമാണ്. വിദ്യാർത്ഥികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സമയം പരീക്ഷാ വിജയമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ദുരിതങ്ങൾ ഒക്കെയും അവസാനിച്ചു. ആഗ്രഹങ്ങൾ നടക്കും. എല്ലാം സത്യമാകുന്നത്, അതായത് ആഗ്രഹിച്ചതൊക്കെയും സത്യമാക്കി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഗജകേസരി യോഗം നിമിത്തം. 9 നക്ഷത്രക്കാരിലെ ആദ്യത്തെ ഭാഗ്യശാലികളായ 3 നക്ഷത്രക്കാരാണ് ഇവരൊക്കെ. അടുത്ത 3 നക്ഷത്രങ്ങൾ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിയിലെ നക്ഷത്രങ്ങളാണ്. ഗജകേസരി യോഗമാണ് ഇവർക്കും ആരംഭിച്ചിരിക്കുന്നത്. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒഴിഞ്ഞു കഴിഞ്ഞു.
ചൊവ്വാഴ്ച ദിവസം അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തുള്ള ക്ഷേത്ര ദർശനം വേണം നടത്താനായിട്ട്. യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ സമർപ്പിക്കുക. ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങളായിട്ട് നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാടുകളൊന്ന് സമർപ്പിക്കുക. ഭാഗ്യം വന്നിരിക്കുന്ന നേരമായതിനാൽ തന്നെ എന്ത് പ്രാർത്ഥിച്ചാലും ഒരു തുളസിയില കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിലേക്ക് അർപ്പിച്ചാലും അത് നിങ്ങൾക്ക് ഇരട്ടി പുണ്യമായി നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതാണ്. ധനലാഭമുണ്ടാകുന്നതാണ്. ദീർഘകാലമായി ആഗ്രഹിച്ച പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് പൊതുഗൃഹം അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഗൃഹം എന്ന സ്വപ്നമാണ്, വസ്തുക്കൾ വാങ്ങിക്കണമെന്ന സ്വപ്നമാണ്, വാഹനം വാങ്ങിക്കണമെന്ന സ്വപ്നമാണ്. ഇതൊക്കെ തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഒരു 41 ദിവസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനമായി മാറും. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നടത്തി എടുക്കുവാനും സാധിക്കുന്നതാണ്. അത്രയധികം നേട്ടത്തിൻ്റെ സമയമാണ്. ഭാഗ്യത്തിൻ്റെ മണിമുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെ സമയമാണ്. സമ്മാന പദ്ധതികളിലൊക്കെ വിജയം കണ്ടെത്താനായി സാധിക്കും. നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുകയാണ്. അത്രയധികം നേട്ടത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെയധികം മാറ്റങ്ങൾ വരുമെന്ന് വീണ്ടും ഈ പറയുന്നത്. വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം തെളിയുന്നതാണ്. അത് സുഹൃത്തുക്കൾ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മുഖേനയും ചിലപ്പോൾ ആ ജോലിയുടെ ഭാഗമായി വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ബിസിനസ് നേട്ടമുണ്ടാകും. ജോലി ഭാഗ്യം ഈ ഒരു സമയത്ത് തെളിയുന്നതിന് വിദേശത്തേക്ക് നേഴ്സിംഗൊക്കെ പഠിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വിദേശത്ത് നിന്ന് ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. എല്ലാവരോടും ഭാഗ്യക്കുറി എടുക്കൂ എന്ന് പറയുകയല്ല, എങ്കിലും അതൊന്നും നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഭാഗ്യമായതിനാൽ പല വഴികളിൽ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഭാഗ്യ നമ്പർ കൂടി പറഞ്ഞു തരാം. അവിട്ടം നക്ഷത്രത്തിന് 9, ചതയം നക്ഷത്രത്തിന് 7, പൂരുരുട്ടാതിക്ക് 7. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന നമ്പർ കൂട്ടിയെടുക്കുമ്പോൾ ഈ സംഖ്യകൾ വരുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. അത് ഈ ഒരു വരുന്ന ഈ വർഷം 2025 ഈ മാസം മുതൽ ബാക്കിയുള്ള വർഷങ്ങൾക്കിടയിൽ, അതായത് ഈ 2025 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഭാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. അതും വിദേശത്തുള്ളവർക്കാണ് കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ. അവിടെയൊക്കെ ലോട്ടറി പോലെയുള്ള അതും വലിയ സമ്മാനങ്ങളായിരിക്കും. അത് നാട്ടിലെ പോലെ അല്ലെന്ന് തോന്നുന്നു, ഇങ്ങനെ കേട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ആളുകളുണ്ട് ജോലിയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, ബിസിനസ്സൊക്കെ ആകെ തകർന്നു, ഈ നാട്ടിലേക്ക് പോരാം, അതിന് പോലും പണമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ചില ആളുകളൊക്കെ വിദേശത്തുണ്ട്. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും നല്ല സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും എടുത്തുയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കൈത്താങ്ങായി ഒരാൾ നിങ്ങളുടെ ഇടയിലേക്ക് വരാനുള്ള, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദൈവദൂതനായ ആ വ്യക്തിയെ കാണുക. വളരെ നല്ല സമയം. അതിനാൽ തന്നെ ദൈവം പല രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അതൊക്കെ ഇനി ഒരു വലിയ മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ്. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത 3 നക്ഷത്രങ്ങൾ മകീരം, തിരുവാതിര, പുണർതം. മിഥുനം രാശിയിൽ വരുന്നവരാണ്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകുന്ന സമയമാണ്. അതിസമ്പന്ന യോഗം തെളിഞ്ഞു എന്ന് തന്നെ പറയാവുന്ന നക്ഷത്രങ്ങളാണ്. ദുരിതം നീങ്ങും, ഐശ്വര്യം വർദ്ധിക്കും, സമ്പത്ത് കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്, കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും. അതിനൊക്കെയും ഒരു മാറ്റമുണ്ടാവുകയാണ്. ഒരു തിരിച്ചടി, ഒരു മധുര പ്രതികാരമൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ നാളുകളിലെ ദുഃഖങ്ങൾ അകലുകയാണ്. കൊതിച്ച പല കാര്യങ്ങളും നേടാൻ കഴിയാതെ പ്രായം ഒത്തിരി ആയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പ്രായമൊന്നും അങ്ങനൊന്നും ചിന്തിക്കേണ്ട. നല്ല സമയം വരികയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു യൗവനം അല്ലെങ്കിൽ ആ ഒരു ചുറുചുറുക്കൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും ഭഗവാൻ തന്നെ കൊണ്ടുതന്ന് നൽകുന്നതാണ്. കുടുംബ കലഹമൊക്കെ ഉണ്ടായിരുന്നു, ധനം ഇല്ലാത്തത് നിമിത്തം കാണുമ്പോൾ എല്ലാവരോടും ഒരു ദേഷ്യ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയും താനേ മാറിക്കൊള്ളും. നേട്ട സമയമാണ്. വിശ്വസിക്കുക. അതാണ്, വിശ്വാസമാണ് അത്യാവശ്യമായി വേണ്ടത്. വസ്തു, കാറ്, വീട്, ഭാഗ്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഭാഗ്യമാണ്. ഈശ്വരാധീനമുണ്ട്. നഷ്ടപ്പെട്ടതൊക്കെയും തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ അതുകൊണ്ട് വന്നു ചേരുന്നതാണ്. കടം വാങ്ങാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് കടം വാങ്ങുന്നത് നിങ്ങളുടെ ഭാഗ്യവും ഇറങ്ങിപ്പോകുന്നതിന് ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് കടം കൊടുക്കുകയും വേണ്ട, ആരിൽ നിന്നും കഴിവതും വാങ്ങാതിരിക്കുക. കഴിവതെന്നല്ല, ആരിൽ നിന്നും വാങ്ങേണ്ട. എങ്ങനെയെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ച് ധനം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. ആരിൽ നിന്ന് കടം വാങ്ങാതിരിക്കുക. പിന്നീട് വീണ്ടും അത് കുത്തുവാക്കുകളും പഴി പറച്ചിലുകളും കേൾക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തുളസിച്ചെടി ഭവനത്തിലുണ്ടെങ്കിൽ അതിനെ വൃത്തിയായിട്ടൊന്ന് പരിപാലിക്കുക. അതിൽ ഭഗവാന്റെ ചൈതന്യമുണ്ട്. അതിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പരിപാലിക്കുക. ഉണങ്ങാതെ നോക്കുകയും വേണം. ആ ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നാശമായി മാറാൻ സാധ്യതയുണ്ട്. കൂടാതെ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ഭവനത്തിൽ പൂജാമുറിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചിത്രമുണ്ടെങ്കിൽ ആ തുളസി ചെടിയിൽ നിന്നൊരു 3 ഇതളുകൾ പറിച്ച് അടർത്തിയെടുത്ത്
അത് ഭഗവാന്റെ പാദങ്ങളിൽ വച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നഷ്ടപ്പെട്ടു പോയ ഭാഗ്യത്തെയും തിരിച്ചു തരണേ, നേട്ടങ്ങൾ തരണേ, ഐശ്വര്യം തരണേ, ഇനി എനിക്ക് കരയാനോ കണ്ണീർ വാർക്കുവാനോ ഉള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. കാരണം നല്ല സമയമായതിനാൽ എന്ത് പ്രാർത്ഥിച്ചാലും അതൊക്കെ നടന്ന് കിട്ടുകയും ചെയ്യുന്നതാണ്. ഐശ്വര്യപൂർണമായൊരു സമയം ഗജകേസരി യോഗഭാവത്തിൽ ഈ 2025 മാർച്ച് മാസത്തിൽ എത്തി നിൽക്കുന്ന ഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് നിങ്ങൾ. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. നന്ദി.